അക്ഷരങ്ങളഗ്നിഗീതമായുയർന്ന ഭൂമിയിൽ ജീവിതത്തിൻ കൊടിയുയർന്നു പാറി നിൽക്കവേ. അക്ഷരങ്ങളഗ്നിഗീതമായുയർന്ന ഭൂമിയിൽ ജീവിതത്തിൻ കൊടിയുയർന്നു പാറി നിൽക്കവേ. ഇരുൾ പിളർക്കും മാനവന്റെ ജയയാത്രയിൽ അമൃതഗാഥ പാടി വന്നു മൺചെരാതുമായി. ഞങ്ങൾ അമൃതഗാഥ പാടി വന്നു മൺചെരാതുമായി. ആ അഗ്നിയേറ്റുവാങ്ങി ദീപനാളമാവുക. അഗ്നിയേറ്റുവാങ്ങി ദീപനാളമാവുക. മണ്ണിനെ അമ്മയായി ആരാധിക്കൂ. മണ്ണിനെ അമ്മയായി ആരാധിക്കൂ. പെണ്ണിനെ ദേവിയായി ആരാധിക്കൂ. പെണ്ണിനെ ദേവിയായി ആരാധിക്കൂ. ബഹുമാന്യരെ, നാടകം ആരംഭിക്കുന്നു നിങ്ങളുടെ അനുവാദത്തോടെ. ദൈവമേ, ഈ പിള്ളേരെ കൊണ്ട് തോറ്റു. നേരവും കാലവും നോക്കാതെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുക. സുമേ, MLA വന്നാൽ ഉടനെ നാടകം തുടങ്ങണം. മാഷ് പേടിക്കാതെ, നാടകം ഞങ്ങൾ കലക്കും. കലക്കും, ചെളി കലക്കും പോലെ കലക്കും. ഡയലോഗെങ്കിലും തെറ്റിക്കാതെ പറയുമല്ലോ. സിദ്ധാർത്ഥ, നിന്നെ റിഹേഴ്സലിന്റെ തുടക്കം മുതലേ ഞാൻ ശ്രദ്ധിക്കുക. എന്ത് പറ്റി നിനക്ക് ഒരു ഉത്സാഹവുമില്ലാതെ? ഈ നാടകത്തിൽ എനിക്ക് വേഷം കുറവല്ലേ? കഴിഞ്ഞ വർഷം ഞാനായിരുന്നു ബെസ്റ്റ് ആക്ടർ. ഓ, അത് ശരി. വേഷം കുറവായതിന്റെ വിഷമം ഉണ്ടല്ലേ? സംഭാഷണം കുറവാണെങ്കിലും നിന്നെ ശ്രദ്ധിക്കും സിദ്ധാർത്ഥ. എന്നാലും കുട്ടികളെ, നിങ്ങളുടെ ഈ ഫോണിലുള്ള കളി അതിത്തിരി കൂടുതലാണ്. ഫോൺ ഉപയോഗിക്കുന്നതിന് ഒരു പരിധി വേണം. പഠിത്തത്തിനുള്ള ശ്രദ്ധ മാറും കുട്ടികളെ. ഫോണിലൂടെ പഠിക്കാനല്ല, കളിക്കാനാ നിങ്ങളത് ഉപയോഗിക്കുന്നത്. കിടക്കെന്നെണീറ്റ് പുസ്തകമെടുക്കാനല്ല, ഫോൺ എടുക്കാനാ നിങ്ങൾക്ക് താല്പര്യം. ആവശ്യകാര്യങ്ങൾക്കല്ല, അനാവശ്യ കാര്യങ്ങളിലേക്ക് വഴിതെറ്റിപ്പോകുന്ന പ്രായമാണ് നിങ്ങളുടേത്. അതുകൊണ്ടാ സ്കൂളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്കൂളിലും വീട്ടിലുമായി ദിവസവും കേൾക്കുന്ന ഉപദേശം. ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എത്ര വേഗത്തിലാണ് നാം അറിയുന്നത്. മാഷേ, സ്ക്രിപ്റ്റ് എഴുതി സമയം കളയാതെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് പഠിച്ചത്, പരസ്പരം ഫോണിലൂടെ പറഞ്ഞു പഠിച്ചത്, മാഷ് പറയുന്നതൊക്കെ മൊബൈലിൽ പകർത്തി ആവർത്തിച്ച് കണ്ട് തെറ്റ് തിരുത്തിയത് എല്ലാം ഫോണിലൂടെ അല്ലേ മാഷ്? അത് പിന്നെ അത് ശരിയാ. അതൊക്കെ നല്ല കാര്യങ്ങളാ. പക്ഷേ ഫോണിലെ ചതിക്കുഴികൾ നിങ്ങൾക്ക് അറിയില്ല. എന്തിനും എളുപ്പവഴി പറഞ്ഞു തരുന്ന സാധനമാ അത്. പഠിക്കാതെ എങ്ങനെ പരീക്ഷ എഴുതാം, പരീക്ഷ എഴുതാതെ എങ്ങനെ ജയിക്കാം? എളുപ്പവഴികൾ, സൗന്ദര്യവും ശരീരവും വളർത്താനുള്ള എളുപ്പവഴി, മേലനങ്ങാതെ പണമുണ്ടാക്കാനുള്ള എളുപ്പവഴി, എങ്ങനെ ധീരനാകാം, എളുപ്പത്തിൽ എങ്ങനെ വൈറലാകാം, കൊല്ലേണ്ടതെങ്ങനെ, മരിക്കേണ്ടതെങ്ങനെ, അങ്ങനെ എന്തിനും എളുപ്പവഴി പറഞ്ഞു തരും ഈ കുഞ്ഞൻ യന്ത്രം. അധ്യാപകരും വീട്ടുകാരും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ തേടി നിങ്ങൾ ഫോണിൽ ചികയും. ആകാംക്ഷ നിറഞ്ഞ ആ അന്വേഷണത്തിൽ എല്ലാം മറക്കും. പരിസരം പോലും മറന്ന് മായാലോകത്തിൽ നിങ്ങൾ പറക്കും.
കത്തിച്ചു വെച്ച മെഴുകുതിരിയിൽ നിന്നും നിന്റെ ഷാളിൽ തീ പടർന്നു. ഇത്രയും ആളും ബഹളവുമുള്ള ചുറ്റുപാടിൽ പോലും നീ ഫോണിലെ മറുപടി സന്ദേശത്തിനായി മതിമറന്നിരുന്നു. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് ദൈവം കാത്തു മാഷേ. എൻ്റെ സഹോദരി ഭർത്താവ് ഫോണിലൂടെ റമ്മി കളിച്ച് നശിപ്പിച്ചത് ലക്ഷങ്ങളാ. അവള് വിദേശത്ത് നേഴ്സാ. പുള്ളിക്കാരൻ ഓഫീസിൽ പോകാതെ മുറിയടച്ചിരുന്നു കളിച്ചു. ഒടുവിൽ വീട്ടുകാരറിയാതെ കടം വീട്ടാൻ ബാങ്കിൽ നിന്നും പണം കവർന്നു. കള്ളനായി. അയാൾ സ്വന്തം മക്കളുടെ ഭാവി ഓർത്തില്ല മാഷേ. അപമാനം സഹിക്കാൻ വയ്യാതെ 7 വയസ്സായ മകളെയും കൊണ്ട് നാട് വിട്ടു മാഷേ എൻ്റെ കൂടപ്പിറപ്പ്. ഫോൺ ആദ്യം അത് പുസ്തകങ്ങളെ വെറുപ്പിക്കും, കൂട്ടുകാരെ മറക്കും, വീട്ടുകാരെ മറക്കും, ഒടുവിൽ കടമകളും കർത്തവ്യങ്ങളും മറക്കും. ഫോണിലകപ്പെട്ടാൽ മനസ്സും മനസാക്ഷിയും നഷ്ടപ്പെട്ട ഒരു യന്ത്രം മാത്രമാകും മനുഷ്യൻ. മാഷേ, ഞാൻ വടിയെടുക്കാൻ മറന്നു മാഷേ. വടിയോ? ഗാന്ധിജി പിടിക്കുന്ന വടിയെ ഞാൻ ഇന്നലെ ചെത്തിവനിക്ക് വെച്ചതാ. രാവിലെ അതെടുക്കാൻ മറന്നു മാഷേ. ഓ, എന്താ അപ്പു, ഈ അവസാന നിമിഷത്തിലാണോ ഓർത്തത്? ഫോണിൽ കളിച്ച് നടന്ന് നീയും അത് മറന്നു അല്ലേ? എന്റെ വീട്ടില് ഫോണില്ല മാഷേ. വടിയില്ലാതെ എങ്ങനെയാ? ഈ വേഷം ഒന്ന് മാറ്റി തരുമോ? ഞാൻ എവിടുന്നെങ്കിലും ഒരു വടി വെട്ടിക്കൊണ്ട് വരാം. എന്റെ വീട് ഒരുപാട് ദൂരെയാ മാഷേ. ക്ഷമിക്കണം മാഷേ. ഒരു മരക്കൊമ്പ് ആർക്കെങ്കിലും വെട്ടിത്തരാൻ പറ്റോ? അപ്പു കരയാതെ, നമുക്ക് ശരിയാക്കാമെന്നേ. പ്യൂണിനെ കൊണ്ട് ഒരു വടി വെട്ടി എടുപ്പിക്കാം. കരയാതെ. ഞാനൊരു വടി ചെത്തിവനിക്ക് വെച്ചതാ. സോറി ടീച്ചറെ. ആർക്കെങ്കിലും ഒരു വടി വെട്ടിത്തരാൻ പറ്റോ? ഞാൻ ഈ വേഷത്തിൽ പോയി വെട്ടിക്കൊണ്ട് വരാം മാഷേ. അപ്പു, റിഗേഴ്സലിനെ പിടിച്ച വലുതായിരിക്കുന്നു. ഇത് പോരെ മാഷേ? ഇത് മതിയോ മാഷേ? മതി, ഇത് മതി, ഇത് ധാരാളം മതി. ആ, അപ്പുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ എന്റെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ. ഞാൻ പോയാ പിന്നെ എന്റെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ വീട്ടില്. മുത്തശ്ശിയെ അപ്പുവിന്റെ നാടകം കാണാൻ കൊണ്ടുവരാത്തതെന്താ? രാവിലെ കാലിൽ നീര് വന്ന് നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ്. ചിലപ്പോ വരുമായിരിക്കും. ആ ശ്യാമേ, നീ ഒന്നും മറന്നില്ലല്ലോ? ഇല്ല മാഷേ. ഗാന്ധിജിയെ വെടിവെക്കാനുള്ള തോക്കൊപ്പിച്ചെടുക്കാൻ പെടാ പാടുപെട്ട കാര്യം ഞാൻ പിന്നെ പറയാം മാഷേ. ഹലോ 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 ഹലോ, ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ വിശിഷ്ട വ്യക്തി സുധാകരൻ MLA വന്നു കഴിഞ്ഞു. യോഗ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. യോഗം ഒരു 10 മിനിറ്റേ ഉണ്ടാവൂ. അത് കഴിഞ്ഞാൽ ഉടൻ നാടകം തുടങ്ങണം. ആ, അപ്പൊ എല്ലാരും റെഡിയല്ലേ? അങ്ങനെ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്ര നാടകം അവതരിപ്പിക്കുവാൻ ആ കുരുന്നു മനസ്സുകൾ മനസ്സിനെ തയ്യാറാക്കി. ആ നാടക വിശേഷങ്ങളിലേക്ക്. സ്വാതന്ത്ര്യത്തിൻ പുലരിയുദിക്കും സ്വപ്നക്കതിരുകൾ വിരിയും. സ്വാതന്ത്ര്യത്തിൻ പുലരിയുദിക്കും സ്വപ്നക്കതിരുകൾ വിരിയും. അഹിംസ പുൽകും സത്യത്തിൽ നിറസന്ധ്യകളെന്നും തെളിയും. അഹിംസ പുൽകും സത്യത്തിൽ നിറസന്ധ്യകളെന്നും തെളിയും. നമ്മുടെ സ്നേഹവിഹായസിൽ സമത്വഗീതികൾ ഉണരും.
നമ്മുടെ സ്നേഹവിഹായസിൽ സമത്വഗീതികൾ ഉണരും. 1947 ആഗസ്റ്റ് 15. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. 1947 നവംബർ 18. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ആർക്കൊക്കെയോ അധികാരമുറപ്പിക്കാൻ ഇന്ത്യയെ വെട്ടിമുറിച്ചതിന് ശേഷം വെളുത്ത സായിപ്പന്മാരിൽ നിന്നും കറുത്ത സായിപ്പന്മാരിലേക്ക് അധികാരം കൈമാറിയതിനു ശേഷം മുസ്ലിങ്ങൾ ഇന്ത്യ വിടുക. മതവെറിയുടെ വിദ്വേഷ മേഘങ്ങൾ പാകിസ്ഥാനിലും ഇന്ത്യയിലും കലിതുള്ളി ഉറഞ്ഞു തുള്ളിയ കലികാലം. പാകിസ്ഥാനിൽ നിന്ന് ശിവനെ പുച്ഛിച്ച് പുരുഷലിംഗവും ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ അമ്മിഞ്ഞ പാലൂറുന്ന മാംസവും പരസ്പരം കയറ്റിയേച്ച് മതവെറിയുടെ മതമിളകി നിന്ന കാലം. നമുക്ക് ഗാന്ധിജിയുടെ മനോവ്യഥയിൽ നിന്ന് നാടകം തുടങ്ങാം. മഹാത്മാവേ, എന്താ അങ്ങൊന്നും മിണ്ടാത്തത്? നാടും നഗരവും സ്വാതന്ത്ര്യ ദിനാഘോഷ ലഹരിയിലാണ്. പ്രകടനങ്ങൾ, സമ്മേളനങ്ങൾ, മധുര പലഹാര വിതരണങ്ങൾ. പക്ഷേ അങ്ങേക്ക് സന്തോഷമില്ലെന്നാണോ? ഇല്ല മഹാത്മാവേ, ഈ കൊടും പാതകത്തിന്റെ അഗ്നിവർഷത്തിൽ നിന്ന് നിസ്സംഗതയുടെ പുതപ്പ് മൂടിക്കൊണ്ട് ഓടി കളിക്കാൻ നോക്കണ്ട. ഇവിടെ അങ്ങയുടെ മൗനം അറിഞ്ഞുകൊണ്ട് സൃഷ്ടിച്ച പുകമറയാണ്. സ്നേഹിച്ച പെണ്ണിനെ ചങ്കു പറിച്ചെടുക്കുന്ന വേദനയോടെ അയൽ നാട്ടിലേക്ക് യാത്രയാക്കാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യനാണ് ഞാൻ. സ്നേഹിച്ചു പോയത് തെറ്റാണോ മഹാത്മാവേ? എൻ്റെ സ്വപ്നങ്ങൾ വിതച്ച മണ്ണ് വിള കൊയ്യും മുമ്പ്, കതിരിൻ്റെ നിറവ് കാണും മുമ്പ് എനിക്ക് നഷ്ടമാകുന്നു. വിയർപ്പിൻ്റെ ഉപ്പുറ്റി വീഴുന്ന ഈ മണ്ണ് എനിക്ക് അന്യമാകുന്നു. മഹാത്മാവേ, എൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഇവിടെ കുഴിച്ചിട്ടിട്ട് ഞാൻ യാത്രയാകുന്നു നിറഞ്ഞ വേദനയോടെ. മുസ്ലിമായി പിറന്നു പോയത് തെറ്റാണോ മഹാത്മാവേ? ആയിരത്തി 1948 ജാൻ. ശ്യാം, എന്താ ശ്യാം? വെടി പൊട്ടി, തോക്കിൽ നിന്നും വെടി പൊട്ടി. അയ്യോ, ചതിച്ചോ ദൈവങ്ങളെ! അപ്പുവേ, അപ്പുവേ, കണ്ണ് തുറക്കടാ, കണ്ണ് തുറക്കടാ മുത്തേ, അപ്പുവേ. അയ്യോ, ഇത് നാടകത്തിന് വേണ്ടി സിന്ദൂരം കലക്കിയ ചോരയല്ല, ജീവൻ തുടിക്കുന്ന ചോര. ഒന്നുമറിയാ പൈതലിന്റെ ചുടുചോര. എവിടെയാ പിഴച്ചത്? എന്റെ ശ്രദ്ധ വഴിമാറിപ്പോയത് എവിടെയാ ഈശ്വരന്മാരെ? ശ്രദ്ധ, ശ്രദ്ധ, ശ്രദ്ധ. മനുഷ്യന്റെ അലസ ജീവിതത്തിലെ
അശ്രദ്ധയിലേക്കുള്ള ശ്രദ്ധ ക്ഷണിക്കലാണ് ഈ നാടകം. രംഗത്ത് സന്തോഷ് കുമാർ, അലോഷ്യസ്, രതീഷ്, സനൽ, ജിനുകുമാർ, രഞ്ജിത്ത്, ദീന റോസ്, ഷൈനി, മോനിഷ, പുഷ്പ, നവദീപ്, അഭയ്, നിഹാരിക, ഹരിപ്രിയ, ശിവപ്രിയ. സാങ്കേതിക സഹായം ഷിബു, അനുഗ്രഹ, ബിനോജ്. റെക്കോർഡിംഗ് അജി ഹാലിയൂൺ ഡിജിറ്റൽ ഓലത്താന്നി. നാടക രചനയും സംവിധാനവും അരുമാനൂർ ദിലീപ്. ദേ അവനിരുന്ന് കരയുന്നത് കണ്ടോ? എന്തിന്? നിങ്ങൾക്കത് കൊടുത്താലെന്താ? എടി, കുട്ടികൾക്ക് കളിക്കാനുള്ളതല്ല സർവീസ് റിവോൾവർ. നീ അവനൊരു കളിത്തോക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക്. അതിന് ടൗണില് പോണ്ടേ? പോണം. 100 കൂട്ടം കാര്യങ്ങളാ ഞാൻ ഏറ്റിരിക്കുന്നത്. അതുപോലെ 100 കൂട്ടം കാര്യങ്ങൾ എനിക്കുമുണ്ട്. നീ എന്റെ ക്യാപ്പിങ് എടുക്ക്. അവനെ എന്തിനാ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? സ്റ്റേഷനിൽ മതി നിങ്ങളുടെ ശൗര്യവും ഗാംഭീര്യവും. വീട്ടിൽ നല്ല അച്ഛനായാൽ മതി. നീ അവനെ കൊഞ്ചിച്ച് വഷളാക്കുന്ന. സ്കൂളിൽ ഒരു നാടകം കളിക്കാൻ ഈ തോക്ക് കൊടുത്തെന്ന് കരുതി മാനമിടിഞ്ഞൊന്നും വീഴില്ലല്ലോ. നിനക്കതൊന്നും പറഞ്ഞാ തലേ കയറില്ല. എനിക്കറിയാം സർവീസ് ഡിസിപ്ലിൻ ഒക്കെ. ആ തോക്കെടുത്ത് കൊടുത്തേ. എന്തൊരു മനുഷ്യനാ നിങ്ങള്. പിന്നെ നീ അവനെയും വിളിക്ക്. മോനെ ശ്യാം, നീ കരയണ്ട, അച്ഛനത് തരും. മോനെ ശ്യാം, ഇത് സർവീസ് റിവോൾവർ ആണ്, സൂക്ഷിക്കണം. അമ്മയും മോനും കൂടി എന്റെ തൊപ്പി തെറിപ്പിക്കുമെന്നാ തോന്നുന്നത്. നിങ്ങൾ ആ ബുള്ളറ്റ് മാറ്റിയിട്ട് അവന് കൊടുക്ക്. മോനെ, ഇതിപ്പം കളിത്തോക്ക. തന്തനാനാനോ തന്തനാനാനോ ദേവമ്മോ, എടി ദേവമ്മോ, ഇതെവിടെ പോയി കിടക്കണ്? വിളിച്ച് വിളിച്ച് തൊണ്ട പൊട്ടി. ദേവമ്മോ, എന്നതാടി കാർത്തി കിടന്നലറണത്? നിക്കണവള് മതി മറന്ന് നിക്കുക. അവള് എത്ര നേരം കൊണ്ട് വിളിച്ചു കൂവണമെന്നറിയാവാ? നിന്റെ ചെവി പൊട്ടിപ്പോയാ? എടി പൈക്കള് ഇളം പുല്ല് തിന്നിട്ട് 4-5 ദിവസായി. ചെറുക്കന് സ്കൂളില് നാടകം കളിക്കാനെന്നും പറഞ്ഞു പോയി. ഇരുട്ടുമ്പോഴാ വരണത്. ഇന്നാ അവന്റെ സ്കൂളില് നാടകം. ഇന്നും വരാൻ താമസിക്കുമെന്ന് പറഞ്ഞ്, അതുകൊണ്ടാ അരിവാളും കൊണ്ട് ഞാൻ ഇറങ്ങിയത്. സത്യത്തില് നീ വിളിച്ചത് ഞാൻ കേട്ടില്ല കേട്ടോ. അപ്പുവിന്റെ സ്കൂളിൽ ഇന്ന് മാഷന്മാര് കാണാമെന്ന് നിക്കണ്. മാഷന്മാരോ? അതെ, 3-4 പേരുണ്ട്. നിന്നെ സ്കൂളിൽ കൂട്ടിക്കൊണ്ടു പോവാൻ കാറുമായിട്ടാ വന്നത്. പെട്ടെന്ന് കാലും മുഖവും കഴുകി കയറി വാ. പാതി പുല്ല് ഞാൻ എടുത്തോളാം. മാഷന്മാരെന്തിനാ എന്നെ കാണാൻ വന്നത്? ചെറുക്കം വല്ല കുണ്ടണിയും കാണിച്ചോ ദൈവേ? ഞാൻ ചോദിച്ചിട്ട് അവരൊന്നും പറഞ്ഞില്ല. നിന്നെ കാണണമെന്ന് പറഞ്ഞ്.
ആ എങ്കിലേ കാർത്തി വെക്കുന്നട. എന്നാലും എന്തിനാ കാർത്തി അവര് വന്നത്? നീ സമാധാനിക്കേ. അപ്പു വേണ്ടാതീന ഒന്നും കാട്ടുകേല. ഇല്ല, ഇന്നേ വരെ അവൻ അങ്ങനൊരു കുരുത്തക്കേടും ഉണ്ടാക്കിയിട്ടില്ല. ഇനി അവന്റെ നാടകം കാണിക്കാനാണോ? അവന്റെ നാടകം കാണാൻ സ്കൂളിൽ ചെല്ലണമെന്നവൻ പറഞ്ഞു. വയ്യാത്ത കാലും വെച്ച് അത്രയും ദൂരം നടക്കാനാവൂലെന്ന് പറഞ്ഞപ്പോ അമ്മച്ചിക്ക് നടക്കാൻ വയ്യെങ്കിൽ കാർ അയച്ചു തരാമെന്ന് അവൻ പറഞ്ഞു. എന്തായാലും എന്റെ കാലാടണില്ല, ഞാനൊന്നിരിക്കട്ടെ. അല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? സമയം കളയാതെ കയറി വാ വീട്ടെന്ന്. കാര്യം കേട്ടപ്പോ കാലിനൊരു തളർച്ച. എന്തിനാ മെമ്പറെ മാഷന്മാര് വന്നത്? എന്തിനെന്നറിയില്ല, നിങ്ങളെയും കൂട്ടി അങ്ങോട്ട് സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ വല്ല ഏനക്കേടും കാണിച്ചാ? ഏയ്, വല്ലതും അറിഞ്ഞെങ്കിൽ പറ മെമ്പറേ. മാഷന്മാരെന്നോടൊന്നും പറഞ്ഞില്ല ഏട്ടത്തി. അവര് വന്നിട്ട് ഒരുപാട് നേരായ കാർത്തി? കൊറേ നേരായി. വീട്ടിലാണെങ്കില് മാഷന്മാർക്കിരിക്കാൻ ഒന്നുമില്ല. അവർക്ക് ഇത്തിരി വെള്ളം കൊടുക്കാൻ പഞ്ചാരയുണ്ടോ എന്തോ? നിന്റേല് കാണുമല്ലേ? ദേവേട്ടത്തിയെ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. അവൻ ഇന്ന് സ്കൂളിലെ നാടകമാ. ഗാന്ധി ആയിട്ടാ അവൻ അഭിനയിക്കണത്. അയ്യോ, അവനാ വടിയെടുക്കാൻ മറന്നു. ഗാന്ധിജിക്ക് പിടിക്കാനുള്ള വടിയേ. ഇന്നലെ സ്കൂള് വിട്ട് വന്ന് പാതിരാ വരെ വടി ചെത്തി മിനുക്കും. അതും പിടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ് തന്നെയായിരുന്നു. ആ പരമൂന്റെ ആ വട്ട കണ്ണട വാങ്ങിയത്. രാവിലെ ആ വടിയെടുക്കാൻ അവൻ മറന്നു. സ്കൂളിൽ കൊണ്ടുചെന്ന് കൊടുക്കാന്ന് വിചാരിച്ചതാ. അപ്പോഴാ പൈക്കള കാര്യം ഓർമ്മ വന്നത്. ഒരു വടിയല്ലേ, വേറെ എടുത്തു കാണുമല്ലേ കാർത്തി? മാഷന്മാര് ഇങ്ങോട്ട് മാഷേ. മാഷേ, വീട്ടില് വന്നിട്ട് കേറിയിരിക്കാനോ വെള്ളം തരാനോ ആരും ഇല്ലായിരുന്നു. അപ്പൂന് ഞാൻ മാത്രമേ ഉള്ളൂ. ആ, അതെല്ലാം അവിടെ വച്ചിട്ട് ആ കാറിലോട്ടൊന്ന് കയറ്. കാർത്തി ഏട്ടത്തി ഇത് വീട്ടിലെത്തിക്കും. കാറിലാ? എന്താ മാഷേ, അവന്റെ നാടകം കഴിഞ്ഞാ? അത് പിന്നെ അമ്മച്ചി, നമുക്ക് സ്കൂള് വരെ ഒന്ന് പോണം. വേറെ ഈ വീട്ടിൽ ആരാ ഉള്ളത്? അപ്പൂന് വേറെ ആരുമില്ല. അവൻ്റെ അപ്പം മരത്തിൽ നിന്ന് വീണ് ചത്തപ്പോ അമ്മ വേറെ കെട്ടിപ്പോയി അപ്പൂനെ ഇവിടെ ആക്കിയിട്ട്. പിന്നെ അവനെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം ഈ ദേവമ്മയാ. ഇന്നേ അവളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതെ മാഷേ, എനിക്ക് അവനും അപ്പൂനും ഞാനും മാത്രമേ ഉള്ളൂ. കണ്ണടയണതിന് മുമ്പ് അവനെ ഒരു കരക്കെത്തിക്കണം. എനിക്ക് കൊള്ളിവെക്കാൻ അവൻ മാത്രമേ ഉള്ളൂ. എന്റെ ദാമുവിന്റെ തനിച്ചായ അവന്. അവന്റെ നാടകം കഴിഞ്ഞാ? ഇല്ല. അപ്പ എനിക്ക് അവന്റെ നാടകം കാണാല്ല. മാഷേ, അവൻ ഒരു വടി മറന്നു വച്ചു. ഗാന്ധിജിക്ക് പിടിക്കാനുള്ള വടിയേ. ഞാൻ അതും എടുത്തോണ്ട് വരാം മാഷേ.
മോനെ ശ്യാം, ആ മുഖമൊന്ന് ഉയർത്തടാ. എന്താടാ കുട്ടാ, എന്താ നിനക്ക് പറ്റിയേ? എനിക്കൊന്നും അറിയില്ല ഡാഡി. തിരയില്ലാത്ത റിവോൾവർ അല്ലേ ഞാൻ നിനക്ക് നാടകം കളിക്കാൻ തന്നത്? എന്നിട്ട് സാർ, തിരകളെല്ലാം നീക്കിയ ശേഷമാണ് ഞാൻ റിവോൾവർ കൊടുത്തത്. ശ്യാമെല്ലാം പറഞ്ഞു സക്കറിയ. അവൻ ഭയന്നിരിക്കുകയാണ്. അവനെ കൂടുതൽ വിഷമിപ്പിക്കരുത്. സർക്കിൾ ഇൻസ്പെക്ടർ സക്കറിയ സർവീസ് റിവോൾവർ ദുരുപയോഗം ചെയ്തു. സ്വന്തം മകന് നാടകം കളിക്കാൻ കൊടുത്ത് കളിപ്പാട്ടമാക്കി. ക്രൂരമായ കൃത്യവിലോപമാണ് ഞാൻ ചെയ്തത്. മോനെ ശ്യാം, നീ ചതിച്ചല്ലോടാ ഞങ്ങളെ. കളിത്തോക്ക് വാങ്ങിത്തരാമെന്ന് പപ്പ പറഞ്ഞപ്പോ വാശി പിടിച്ചത് ഞാനല്ലേ? മമ്മിയും കൂടി പറഞ്ഞിട്ടല്ലേ പപ്പ ബുള്ളറ്റുകൾ മാറ്റി വെച്ചിട്ട് എനിക്ക് കളിക്കാൻ തന്നത്? പപ്പയല്ല, ഞാനാ തെറ്റുകാരൻ. ബുള്ളറ്റുകൾ മാറ്റിയല്ലേ ഞാൻ നിനക്ക് തന്നത്? പിന്നെ എങ്ങനെ ശ്യാം? പറയൂ മോനെ, പേടിക്കാതെ പറയൂ. മാറ്റിവെച്ച തിരകളിൽ ഒരെണ്ണം പപ്പ അറിയാതെ ഞാൻ എടുത്തു, കൂട്ടുകാരെ കാണിക്കാൻ. എന്നിട്ട് മേക്കപ്പ് റൂമിൽ വെച്ച് ഞാനത് കൂട്ടുകാരെ കാണിച്ചു. പക്ഷെ തോക്കിൽ തിര നിറച്ചത് ഞാനല്ല പപ്പ. ഞാനല്ല സാർ തിര നിറച്ചത്. സത്യമായും ഞാനല്ല. അപ്പുവിൻ്റെ അമ്മച്ചിയോട് ഞാൻ എങ്ങനെ പറയും? എനിക്കാവില്ല അവരോടത് പറയാൻ. അവരുടെ ഏക പ്രതീക്ഷയാ അപ്പു. പോയ മാഷന്മാർ ആ മുത്തശ്ശിയോട് പറഞ്ഞു കാണുമോ? നാടകം തീർന്നോ സാറേ? എനിക്ക് കാണാൻ പറ്റിയില്ലല്ല. ഈ വടി അവന് കൊടുക്കാൻ പറ്റിയില്ലല്ല. ഈ കുട്ടികൾ എന്തിനാ എന്നെ തന്നെ നാക്കണേ? അവരെന്താ കരഞ്ഞോണ്ട് നിക്കണേ? അപ്പ എവിടെ മാഷേ? പറ സാറേ, എന്റെ അപ്പ എവിടെ? ശ്യാം കുഞ്ഞേ, നീ അവന്റെ കൂട്ടുകാരനല്ലേ? അപ്പ എവിടെ കുഞ്ഞേ? മുത്തശ്ശി, നാടകത്തിൽ അപ്പുവായിരുന്നു ഗാന്ധിജി. ഞാൻ ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലണ ഗോഡ്സെയും. ഞാൻ അപ്പുനെ വെടിവെച്ചു കൊന്നു മുത്തശ്ശി. അതിന് മോൻ എന്തിനാ കരയണേ? അത് നാടകത്തിലല്ലേ? ഇല്ലമ്മേ, എന്റെ മോനൊരബദ്ധം പറ്റി. നാടകം ജീവിതമായി പോയി. നീയുടെ അപ്പൂനെ എന്റെ മോൻ കൊന്നു. എന്താ മാഷേ ഇവര് പറയണത്? അപ്പൂനെ കൊന്നെന്നോ? നാടകം ജീവിതമായെന്നോ? അമ്മച്ചി, നമ്മുടെ അപ്പു ഗാന്ധിജിയുടെ